ഏവർക്കും ഫ്ലൈയിങ് ബേർഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനൊരു ഗ്രോ ബാഗിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയേക്കണ ഒരു വീഡിയോ ആണ് ഈ ഗ്രോ ബാഗിലെ കൃഷി. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇതിലെ അപ്ഡേറ്റ്സ് ഞാൻ ഇടയ്ക്ക് കാണിക്കുക എന്നുള്ളത്. ഒരുപാട് പേര് കാണിക്കണേക്കാളും മുന്നേ തന്നെ എന്നോട് വിളിച്ച് ചോദിക്കണം എന്തായി, തൈകളൊക്കെ വളർന്നോ, എവിടെ വരെ എത്തി എന്നൊക്കെ എല്ലാ ദിവസവും ഓരോന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേർക്ക് ഇത് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടിയെന്നും പറയുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇതിൽ ഞാനിപ്പോൾ ഈ എൻ്റെ കൃഷി എന്തോരം വരെ എത്തിയെന്നാണ് കാണിക്കാൻ പോണത്. ഇപ്പോൾ ഈ പാവലം തൈകളുടെ വളർച്ചയാണ് ആദ്യം കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ചയാണ് നമ്മളിപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ച കറക്റ്റ് ആയേക്കണം. അന്ന് നട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവ്മെൻ്റാണ് ഇതിന്. ഏറ്റവും കൂടുതൽ സ്പീഡിൽ സ്പ്രെഡ് ആയേക്കണതാണ് ഈ പാവലം. ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് നമ്മൾ ഇവിടെ വരെ എത്തി. അതിന് നമ്മൾ ഒരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് കയറി തുടങ്ങി. ഇനി പൂവിടാറായതാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇത്രയും വരെ ഈ പാവലം തൈകൾ എത്തിയിട്ടുണ്ട്. ഇതൊരു ബെയർ ആപ്പിളിൻ്റെ മരമാണ് ഇത്. അതായത് ഇളന്തിപ്പഴം എന്ന് പറയണ ഒരു പഴമില്ലേ, അത് ഇണങ്ങി വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവണില്ല. നിറയെ പൂക്കും. ഇതുപോലെ കണ്ട നിറച്ച് പൂക്കളുണ്ടാവും. കായ ചിലപ്പോൾ ഇത്രയും ഒരു നെല്ലിക്കയുടെ വലുപ്പമൊക്കെ ആവണുള്ളൂ. അതിലും വലുതായിട്ട് ഇങ്ങനെ വരണില്ല. ചിലപ്പോൾ വളമില്ലാത്ത കാരണമാണെന്ന് അറിയില്ല. ഇതിപ്പോൾ ഈ മരം ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്തൽ, നാച്ചുറലായിട്ടുള്ളൊരു പന്തലായിട്ടാണ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇട്ടേക്കണം ഈ മരത്തിനെ. കഴിഞ്ഞ കൊല്ലം ഇതുമ്പോൾ നട്ട പാവലത്തിൻ്റെ പാവൽ ഇതുമ്മയാണ് കയറിപ്പോയിരുന്നത്. അതിൻ്റെ വിത്ത് താഴെ വീണ് വീണ്ടും ഉണ്ടായേക്കണതാണ് ഈ കൊല്ലം. പിന്നെ ഇതുമ്പോൾ തന്നെ നമ്മ വേറെ ഒരു പാഷൻ ഫ്രൂട്ടും കയറിപ്പോണുണ്ട്. ഇതൊരു പാഷൻ ഫ്രൂട്ടാണ്, ഇതും കയറിപ്പോണ്ട്. അപ്പോൾ പാവലത്തിനും പാഷൻ ഫ്രൂട്ടിനും എല്ലാത്തിനും ഉള്ളൊരു നാച്ചുറലായിട്ടുള്ളൊരു പന്തലായിട്ടാണ് ഇപ്പോൾ ഈ മരം വർക്ക് ചെയ്യണത്. ഈ ബെയറാപ്പിൾ ഇതുപോലെ നിറച്ച് പൂത്ത് നിൽക്കും. ഒരു പ്രത്യേകതരം ഒരു സ്മെല്ലും ഉണ്ടാവും ഈ പൂവിന്. കായ മാത്രം അങ്ങനെ ഉണ്ടാവണില്ല. ആ ഉണ്ടാവണ കൊമ്പുകൾ അത് ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ പോട്ടാം. ഈ ബെയറാപ്പിളിൻ്റെ അപ്പുറത്തൊക്കെ ഇങ്ങനെ ഓരോ മരങ്ങളാണ്. മരങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മാവാണ്. ഞാൻ കാണിച്ചു തരാം, വാ. ഇതൊരു മാവാണ്. പൂത്തിട്ട് ഒരു വട്ടം പൂത്തിട്ടുണ്ട്. ഇതുവരെ കായായിട്ടില്ല. ഇത് റംബൂട്ടാൻ N18 ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്തിരി വൈകിയാണ് ഉണ്ടാവുക. ഓഗസ്റ്റ് മാസമാണ് ഇത് കായ ഉണ്ടാവുക. എല്ലായിടത്തും പോലെ നേരത്തെ ഉണ്ടാവില്ല. ഇത് ഇത്തിരി വൈകി ഉണ്ടാവുന്നതാണ്. പക്ഷെ നല്ല സാധനമാണ്. നല്ല കാമ്പൊക്കെയുള്ള ഒരു റംബൂട്ടാൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് പേര, നമ്മൾ നട്ടേക്കണ പേര തന്നെയാണ്. ഇത് ലക്നോ 35 എന്ന് പറയണ ഒരു പേരയാണ്. പക്ഷേ ഇതുമ്പോൾ നിറയെ പുഴുണ്ട്. പേര വലുതായി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ പുഴുക്കളുണ്ടാവും. അപ്പോൾ നമുക്ക് അധികം തിന്നാൻ കിട്ടാറില്ല. പിന്നെ ഈ നിൽക്കണ മരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തായ്ലൻഡ് ചാമ്പയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കിളികൾക്ക് വേണ്ടിയാണ് ഇവിടെ ഫ്രൂട്ട്സൊക്കെ വെച്ചേക്കണത്. ഞങ്ങൾ തിന്നൽ കുറവാണ്. പിള്ളേരായാലും ഇവിടെ വന്ന് പറിച്ച് തിന്നൽ ഭയങ്കര ചുരുക്കമാണ്. ഒരു കൊലയിൽ തന്നെ ഒരുപാട് ചാമ്പയുണ്ടാവും. ഇത് ഈ കളറല്ല കേട്ടോ. അത് വലുതായി കഴിയുമ്പോൾ നല്ല റെഡാവും. പിന്നെ നല്ല വലുപ്പം വരും. പിന്നെ സീസൺ 2 സമയത്ത് ഇതുണ്ടാവും. ഒന്ന് മഴയുടെ സമയത്ത്. ആ സമയത്ത് ഉണ്ടാവണേന് ഈ ചാമ്പയുടെ ഇതിന് നല്ല വലുപ്പം ഉണ്ടാവും. പക്ഷെ ഇപ്പം നമ്മൾ വേനലല്ല. അപ്പം ഞങ്ങൾ നനയ്ക്കണമൊന്നുമില്ലാത്ത കാരണം വേനലിലേക്ക് വരുമ്പോൾ ഈ ചാമ്പയ്ക്ക് വലുപ്പം കുറയും. ഇത് പക്ഷേ ഇതുപോലെ ഇങ്ങനെ കുടല പോലെ തന്നെ നിറച്ചുണ്ടാവും കേട്ടോ. ഒരു ചെറിയ പുളിയേ ഉള്ളൂ. അല്ലാണ്ട് മറ്റ് സാധാ നാടൻ ചാമ്പ പോലെ പുളിയൊന്നും അധികമില്ല. പിന്നെ ഷുഗറുകാർക്ക് നല്ലതാണ്. നല്ല മധുരവും ഇല്ല. അത്ര നല്ല മധുരമുള്ള ഫ്രൂട്ടല്ല. പിന്നെ ഷുഗറുകാർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇത് ഒരു നാട്ടുമാവാണ്. ചന്ദ്രകാരമാങ്ങ എന്ന് പറയില്ലേ, നാട്ടുമാങ്ങ. ഇത്ര ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതുപോലെ തന്നെ 3-4 ഇങ്ങനെ ഒരു കൊലയിലുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള മാങ്ങ. നല്ല മാങ്ങയാട്ടോ. ഇതാണ് അബ്യൂ എന്ന് പറഞ്ഞ ഫ്രൂട്ട്.
ഇത് ഇതുപോലെ നിറച്ചും പൂക്കും. പിന്നെ അതെ കായ നോക്കിയത് ഇതുപോലെ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടേ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ കായാണിത്. ഇതിങ്ങനെ നിറച്ചുണ്ടായിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഓരോന്നായിട്ടുള്ളൂ. ഫസ്റ്റത്തെ ഇതാണിത്. ഇനി ഈ കാണുന്നതാണ് സ്ട്രോബെറി പേര. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്ട്രോബെറിയുടെ അത്ര ഉണ്ടാവുള്ളൂ. എന്നാൽ പേരക്കയുടെ പോലെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്, നല്ല റെഡ് കളറായിട്ടിരിക്കും. ഇപ്പോൾ ഇതുമ്പോൾ നിറച്ച് പൂത്തിട്ടുണ്ട്, കായകളുണ്ട്, പക്ഷെ അത് ചെറുതായിട്ട് ഉള്ളൂ, വളരെ വലിപ്പം കുറവാണ്, അതാണ് കാണിക്കാത്തത്. എന്തായാലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പയർ നേരത്തെ നട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കൊടി നാട്ടാറായിന്ന്. ആ പയർ ഇപ്പം അതെ പയറായി നോക്കിയതേ ഇത്ര ആയി. പിന്നെ അത്യാവശ്യം പയറുകളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. നിറയെ അത്യാവശ്യം പയറുകളായി വരുന്നുണ്ടത്. ഈ നാരങ്ങ ഞാൻ ഇതിന് മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്താ പറയുക സ്വീറ്റ്സുകൾ, അതായത് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ സെസ്റ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് മെയിനായിട്ട് യൂറോപ്യൻസൊക്കെ ഈ നാരങ്ങയുടെ സെസ്റ്റ് എടുത്തിട്ട് ഒരു ലിമൺ ചെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വർ ഉണ്ടാക്കും. അതായത് ഒരു അപ്പറ്റൈസറാണ് അത്, ദഹനത്തിന് സഹായിക്കാനായിട്ടുള്ള ഒരു ലിക്വറായിട്ട് ഫുഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു പെഗ് കഴിക്കണം കണ്ടിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇത് ലുലുവിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും, പക്ഷെ നല്ല റേറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ നാരങ്ങ അച്ചാറും ഇടാൻ പറ്റും. തൊണ്ട് ഇത്തിരി കട്ടിയുണ്ട്, അപ്പോൾ ആവിയിലൊക്കെ വേവിച്ചിട്ട് അച്ചാറിടാനും കുഴപ്പമില്ല കേട്ടോ, നല്ല തന്നെയാണ്. ഇത് നിറച്ചിതുപോലെ ഇവിടെ കൊല കുത്തി ഉണ്ടാവും കേട്ടോ, നിറയെ ഉണ്ടാവും. ഇത് അതുപോലെ തന്നെ ആത്തച്ചക്ക ഉണ്ടാവണ മരമാണ്. ഇതും കുറേ ഉണ്ടാവും കേട്ടോ. ഇതും ഇത് ഇരുമ്പമ്പുളിയുടെ മരമാണ്. എപ്പോഴും ഉണ്ടാവണ ഇരുമ്പമ്പുളിയുടെ മരമാണ്. ഇങ്ങനെ സീസണൊന്നുമില്ല, എപ്പോൾ നോക്കിയാലും ഇതുമ്മേ ഇരുമ്പമ്പുളി ഉണ്ടാവും. ഒരു സെറ്റ് കഴിയുമ്പോൾ തന്നെ അടുത്ത സെറ്റ് പൂവിടും, അങ്ങനെയാണ്. ഇനി വീണ്ടും നമ്മുടെ ഗ്രോ ബാഗിലെ കൃഷി ഒന്നുകൂടി കാണാട്ടോ. അതിൻ്റെ വഴുതനയൊക്കെ എന്തോരായി എന്നാണ് ഞാൻ കാണിക്കാൻ പോണിപ്പം. ഇത് വഴുതനയുടെ തൈകളൊക്കെ നല്ല ഉഷാറിൽ വളർന്നു വരുന്നുണ്ട് കേട്ടോ. വഴുതനയൊക്കെ നല്ല വലുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെയുള്ള ഐറ്റംസുകളൊക്കെ അത്രയ്ക്കും വളർച്ച ആയിട്ടില്ല. അതുമാതിരി തന്നെ നമ്മുടെ അമരപ്പയർ അത് ഇത്ര വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഇവിടെ കാണാം തക്കാളിയും ക്യാബേജും വെണ്ടയും പച്ചമുളകും എല്ലാം അത്യാവശ്യം ഉഷാറിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പെയിൻറ്റിങ് കാരണം നമ്മൾ ആദ്യം നട്ട സ്ഥലത്തുനിന്ന് വേറെ അടുക്കളയുടെ സൈഡിലേക്കാണ് ഇപ്പോൾ മാറ്റി വെച്ചേക്കണേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുക്കളത്തോട്ടം തന്നെയായി. അത് നമുക്ക് അടുക്കളയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും. ഇപ്പം എല്ലാം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും വന്ന് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഇത് നമ്മുടെ നാടൻ ചാമ്പയാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട്, ഇത് നിറച്ചുണ്ടായിട്ടുണ്ട്. കുറേ കിളികളും മണ്ണാനൊക്കെ തിന്നു പോവാണ്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ പയർ നമ്മൾ അന്ന് നട്ട പയർ തന്നെയാണ് കേട്ടോ. 2 ആഴ്ച പാകമായിപ്പോൾ ഇത്രയും. ഇതും അത്യാവശ്യം ഫാസ്റ്റ് ഗ്രോയിങ് തന്നെയാണ് കേട്ടോ. ഇതും അത്യാവശ്യം വളർന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് തൈകൾ കൂടി നടാനുണ്ട്. ഇതും ചെറുതായിട്ട് പൂവിടാറായി എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ മുമ്പ് നട്ട പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പാവൽ നട്ടിട്ട് ഇതേ പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് 1-2 ഇപ്പം ഇത്രയും ഈ വെജിറ്റബിൾസൊക്കെ ഇത്രയും വലുതായി. ഇത് തന്നെ ഇങ്ങനെ വലുതാവില്ല കേട്ടോ. നമ്മൾ അപ്പോൾ അതിനേക്കുള്ള ന്യൂട്രിയൻസ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കൊടുത്തേക്കണത് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും നമ്മൾ പുളിപ്പിക്കാൻ വയ്ക്കും. 2-3 ദിവസം ഇങ്ങനെ വെള്ളത്തിലൊഴിച്ച് പുളിപ്പിക്കാൻ വയ്ക്കും. അതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണ ഉള്ളി, സവാള, അതിൻ്റെയൊക്കെ തൊലികൾ, വെളുത്തുള്ളി അതിൻ്റെയൊക്കെ തൊലികളും, പിന്നെ പഴം, പൊട്ടാസ്യം കൂടുതലുള്ള പഴത്തിൻ്റെ തൊലി, അതൊക്കെ ഇട്ടിട്ട് നമ്മങ്ങനെ കുറച്ച് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളി എടുത്തിട്ട്
അത് ഡൈലൂട്ട് ചെയ്താണ് നമ്മൾ ഇതിനൊക്കെ ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ സ്ലറി ഇതിൻ്റെ ഈ തെളിയാണ് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചേക്കണം. അങ്ങനെയാണ് ഇതൊക്കെ വലുതായേക്കണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ നനച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതേ ഇതുപോലെ എത്തും. 2 ആഴ്ച കൊണ്ടുള്ള അപ്ഡേറ്റാണ്. ഇത്രയും ഈ വളർച്ചയാണ് ഞാൻ കാണിച്ചേക്കണത്. ഇത്ര തന്നെ എത്തും കേട്ടോ 2 ആഴ്ച കൊണ്ട്. അപ്പോൾ ഇത് വളരാൻ ആവശ്യമായിട്ടുള്ള മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറേറ്റ് ഇതൊക്കെ ഈ പറഞ്ഞ വളത്തിൽ നിന്നൊക്കെ കിട്ടും നമുക്ക്. പിന്നെ നമ്മൾ ആദ്യം നല്ല അടിവളം ഇട്ടിട്ടുള്ള വെച്ചേക്കണേ. അതിൽ എല്ലാം ഉള്ള കാരണം നമുക്ക് എപ്പോഴും വളമൊന്നും ഇടണ്ട. പണ്ടൊക്കെ നമ്മൾ വെണ്ടത്തൈ നടുമ്പോൾ അമ്മച്ചി പറഞ്ഞ കേട്ടേക്കണത് 7 ആഴ്ച ചാണകം ഇടണം, 7-ാം ആഴ്ച തുടങ്ങി വെണ്ട പറിച്ചു തുടങ്ങാന്നാണ് കേട്ടോ പറയാറ്. ഇപ്പം നമുക്ക് ചാണകമൊക്കെ അങ്ങനെ കിട്ടാൻ വകുപ്പില്ലാത്ത കാരണം നമ്മൾ ഈ വക വളങ്ങളാണ് യൂസ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുക, അതിലേക്ക് വളം ഒഴിക്കുക, വെള്ളം ഒഴിക്കുക, നല്ലത് കഴിക്കുക. താങ്ക് യു.